എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പലപ്പോഴും പല സുഹൃത്തുക്കളും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട്, നമുക്ക് SBI അക്കൗണ്ടിൽ അടയ്ക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നം വല്ലതും ഉണ്ടോ? ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ റെഗുലറായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാറുള്ള ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഇരിപ്പുണ്ട്, അത് ആരൊക്കെയോ പറയുന്നു 10 ലക്ഷം രൂപയിൽ കൂടുതൽ അക്കൗണ്ടിൽ ക്യാഷ് അടയ്ക്കാൻ പാടില്ല എന്ന്. എൻ്റെ 10 ലക്ഷം രൂപ ഇരിപ്പുണ്ട്, അത് അടയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ 10 ലക്ഷം രൂപ എങ്ങനെ കൈ വന്നേ? അദ്ദേഹം അത് പറയാൻ തയ്യാറില്ല. അതൊക്കെ അങ്ങനെ കൈ വന്നു. ഞാൻ പറഞ്ഞു, അതുപോരാ, നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അത് പൂർണ്ണമായിട്ടൊന്ന് പറ. ശരിക്കും പറ, ഞാൻ ആരോടും പറയുമൊന്നുമില്ല. ആ പൈസ എങ്ങനെ കൈ വന്നതാ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അതിൻ്റെ ആധാരം നടന്നു. 35 ലക്ഷം രൂപയ്ക്കാണ് സ്ഥലം വിറ്റത്. 25 ലക്ഷം രൂപ ആധാരത്തെ കാണിച്ചിട്ടുള്ളൂ. ബാക്കി 10 ലക്ഷം രൂപ അവർ ക്യാഷായിട്ട് തന്നു. അത് വീട്ടിൽ ഇരിക്കുക. വീട്ടിലെങ്ങനെ 10 ലക്ഷം രൂപ വെച്ചുകൊണ്ടിരിക്കുക? അതുകൊണ്ടെങ്കിൽ ബാങ്കിൽ കൊണ്ട് അടയ്ക്കാമെന്ന് ഓർത്തു. അപ്പം ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, 10 ലക്ഷം രൂപയിൽ കൂടുതൽ അടയ്ക്കാൻ പാടില്ലാന്നുള്ളൂ. എൻ്റെ കയ്യിൽ ആപ്പാടെ 10 ലക്ഷം ഉള്ളൂ, കുഴപ്പമില്ലല്ലോ. ഇതാണ് പലരുടെയും ഒരു തെറ്റിദ്ധാരണ. ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര രൂപയെ അടയ്ക്കാവുള്ളൂ എന്ന് ആരും ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അത് നിങ്ങൾക്ക് ബാങ്കിൽ അടയ്ക്കാം, നിങ്ങളുടെ സേവിങ്സ് ബാങ്കിൽ അടയ്ക്കാം. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പൈസയുടെ സോഴ്സ് ശരിയാണോ, നിങ്ങളത് ഡിക്ലെയർ ചെയ്യാൻ തയ്യാറുണ്ടോ? ഈ സുഹൃത്ത് ചെയ്തത് എന്താണ്? 35 ലക്ഷം രൂപയ്ക്ക് സ്ഥലം വിറ്റു, 25 ലക്ഷം രൂപ ആധാരത്തെ കാണിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? നിയമപരമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള 25 ലക്ഷം നിയമപരമായിട്ടുള്ളൂ. ബാക്കി 10 ലക്ഷം രൂപ നിയമപരമായിട്ടുള്ള പൈസ അല്ല. അദ്ദേഹം 10 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ അടച്ചാൽ 10 ലക്ഷം രൂപയും അതിൽ കൂടുതലും സേവിങ്സ് ബാങ്കിൽ ഡിപ്പോസിറ്റ് വന്നാൽ ബാങ്കുകൾ കൃത്യമായിട്ട് ഇൻകം ടാക്സിലേക്ക് റിപ്പോർട്ട് കൊടുക്കും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ബാങ്കുകൾക്കും കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് ഇൻകം ടാക്സ് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ആ ബാങ്കിലെ കമ്പ്യൂട്ടറിൽ കൂടെ ഇൻകം ടാക്സിലേക്ക് റിപ്പോർട്ട് പോകും. ഇൻകം ടാക്സുകാർ അദ്ദേഹത്തോട് ഒരു നോട്ടീസ് കൊടുത്തിരിക്കട്ടെ. ഇൻകം ടാക്സുകാർ പറയുന്നതാണ്, 10 ലക്ഷം രൂപ അതിൽ കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കാൻ നോട്ടീസ് കൊടുക്കും. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത്? അദ്ദേഹമുള്ള സത്യം പറഞ്ഞേ പറ്റൂ. ഞാൻ 35 ലക്ഷം രൂപയ്ക്കാണ് സ്ഥലം വിറ്റത്, 25 ലക്ഷം ആധാരത്തെ കാണിച്ചു എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? അപ്പം അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. അപ്പം എന്താണ് സംഭവിക്കുക? 35 ലക്ഷം രൂപയ്ക്ക് വിറ്റ സ്ഥലം 25 ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹം വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ ആ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ള 10 ലക്ഷം രൂപയ്ക്ക് ന്യായമായിട്ടും അദ്ദേഹം ടാക്സ് അടച്ചിട്ട് വേണം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ പർപ്പസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. സേവിങ്സ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ക്ലിയർ ആണ്, നിങ്ങളുടെ സേവിങ്സ് സൂക്ഷിക്കാനുള്ള ബാങ്ക് അക്കൗണ്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ പൈസ കയ്യിൽ വരുന്നത് അടയ്ക്കാനുള്ള അക്കൗണ്ട് അല്ല, നിങ്ങളുടെ സേവിങ്സ് സൂക്ഷിക്കാനുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്കൊരു 30,000 രൂപ ശമ്പളം കിട്ടുന്നു. ആ ശമ്പളം അക്കൗണ്ടിലേക്ക് വന്നു. അതിൽ നിന്ന് ആ ഓരോ ദിവസങ്ങളിലും ചിലവ് കൃത്യമായിട്ട് എടുക്കുന്നു. ബാക്കി മാസത്തിൻ്റെ അവസാനം നോക്കിയപ്പോൾ ഒരു 4,000 രൂപ അതിനകത്ത് ബാക്കിയുണ്ട്. അതാണ് നിങ്ങളുടെ സേവിങ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അക്കൗണ്ടിലേക്ക് വന്ന 30,000 രൂപ നിങ്ങൾക്ക് ശമ്പളം കിട്ടിയതാണ്, നിയമപരമാണ്. ചിലവുകളെല്ലാം നിങ്ങളുടെ വീട്ടിലെ ചിലവുകളാണ്. കഴിഞ്ഞ് ബാക്കി വന്ന 4,000 രൂപ, അത് കറക്റ്റാണ്. പക്ഷേ നിയമപരമല്ലാതെ നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുള്ള പൈസകളൊന്നും സേവിങ്സ് ബാങ്കിൽ അക്കൗണ്ടിൽ വന്നാൽ നിങ്ങൾ അതിന് സമാധാനം പറയേണ്ടി വരും. പണ്ടത്തെ പോലെ അല്ല. ഇൻകം ടാക്സിന് പല മേഖലകളിൽ നിന്നായിട്ട് റിപ്പോർട്ട് കിട്ടാനുള്ള സംവിധാനമുണ്ട്. പണ്ടൊക്കെ ഞങ്ങളെപ്പോലെ റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ 26 AS എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കും. ആ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഫിഗർ നോക്കിയാൽ എല്ലാം ആയെന്നാണ് ധരിച്ചിരുന്നത്. പക്ഷേ ഏതാണ്ട് ഒരു 4 വർഷം മുൻപ് AIS ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു പുതിയൊരു സൈറ്റ് കൂടി ഇൻകം ടാക്സ് തുടങ്ങി. അതിൽ നിങ്ങൾ ഷെയർ എടുത്തിട്ടുണ്ടോ, ഷെയർ വിറ്റിട്ടുണ്ടോ, സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടോ, സ്ഥലം വിറ്റിട്ടുണ്ടോ, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ, ക്ലോസ് ചെയ്തിട്ടുണ്ടോ, എന്ത് പറയാനാ, നിങ്ങൾക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു 10 രൂപ പലിശ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലും ഇന്ന് AIS സൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് ഇൻകം ടാക്സിൽ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ പൈസ അടയ്ക്കുന്നത്
നിങ്ങൾക്ക് കൃത്യമായിട്ടും സോഴ്സ് വെളിപ്പെടുത്താൻ പറ്റുന്ന പൈസ മാത്രമേ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ വരുന്നുള്ളൂ. അങ്ങനെ വരാവുള്ളൂ. അപ്പം ഇത് നിയമപരമല്ലാത്ത ഈ പൈസകൾ എങ്ങനെയാണ് അക്കൗണ്ടിൽ വരുന്നത്? പലതരത്തിൽ വരുന്നുണ്ട്. ഒരു കാരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, സ്ഥലം വിൽപ്പന. പലപ്പോഴും സർക്കാർ ഒരു തറവില നിശ്ചയിച്ചിട്ടുണ്ട്. ആ തറവിലയിലാണ് ആളുകൾ ആധാരം നടത്തി പോകുന്നത്. പക്ഷെ മാർക്കറ്റിൽ റേറ്റ് അതായിരിക്കില്ല. അതിൽ കൂടുതലുള്ള പൈസ അവർ ക്യാഷായിട്ട് വാങ്ങിക്കും. പക്ഷെ അത് നിയമപരമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പൈസയ്ക്ക് നമ്മൾ സോഴ്സ് വ്യക്തമാക്കാൻ പറ്റാവുന്ന പൈസ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ വരുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന്, അനധികൃതമായിട്ട് പൈസ വരുന്നത് സ്ഥലം വിൽപ്പനയിൽ കൂടെ. രണ്ടാമത്, പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, മറ്റ് സംസ്ഥാനങ്ങളുണ്ടോ എനിക്ക് കേരളത്തിൽ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, കൂടുതലും ഈ മൊബൈൽ ഷോപ്പുകൾ കേന്ദ്രീകരിച്ചാണ് കണ്ടിട്ടുള്ളത്. ഈ ബംഗാളിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള പണിക്കാരൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് ബാങ്കിൻ്റെ സമയത്ത് അവിടെ പോയി അവരുടെ വീട്ടിലെ ഭാര്യയുടെ അപ്പൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അടയ്ക്കാൻ പറ്റാറില്ല. ഇങ്ങനെയുള്ള മൊബൈൽ ഷോപ്പുകളിൽ പോയി ഒരു പൈസ കൊടുക്കുമ്പോൾ അവരുടെ ഭാര്യയുടെ അല്ലെ അപ്പൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. അതിന് ചെറിയൊരു കമ്മീഷൻ അവർ വാങ്ങിക്കും. ചിലപ്പോൾ ഒരു 10,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ ഒരു 100 രൂപ 200 രൂപ അവർ കമ്മീഷൻ വാങ്ങിക്കും. അപ്പം പല ഷോപ്പുകളിലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം തന്നെ അവർ 1 ലക്ഷം 1.5 ലക്ഷം രൂപയുടെ ക്യാഷ് വാങ്ങിച്ചിട്ട് ഇതുപോലെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഗൂഗിൾ പേയിലേക്കോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാസം 1 ലക്ഷം രൂപ വാങ്ങിച്ചാൽ പോലും ഇവർക്ക് ബാങ്കിൽ പൈസ അടയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം നാളെ ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടാകണം. അപ്പോൾ ഒരു മാസം 1 ലക്ഷം രൂപ 12 ലക്ഷം രൂപ ഒരു സാമ്പത്തിക വർഷം അവരടയ്ക്കുക. 10 ലക്ഷത്തിന് മുകളിലായതുകൊണ്ട് ഉറപ്പായിട്ടും അവർക്ക് ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടും. പക്ഷെ ഇത് നിയമപരമായൊരു ബിസിനസ് അല്ല. അതുകൊണ്ട് തന്നെ അവർ പെട്ടുപോകും. അപ്പം പക്ഷെ അവർക്ക് ക്യാഷ് അടയ്ക്കാതിരിക്കാനും പറ്റില്ല. അപ്പം ഇങ്ങനെ ഒത്തിരി പൈസ SB അക്കൗണ്ടുകളിലേക്ക് വരുന്നുണ്ട്. വേറെ രീതി കണ്ടുവരുന്നത്, അത് നമ്മളുടെ വടക്കൻ കേരളത്തിലേക്കാണ് കൂടുതലും കണ്ടുവരുന്നത്. ഒരുപക്ഷെ ബാങ്ക് ഇത്രയും ബാങ്ക് ബ്രാഞ്ചുകൾ അവിടെ ഇല്ലാത്തത് കൊണ്ടാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഒരു മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ ആ ഒരു ഏരിയയിൽ ഒത്തിരി ആൾക്കാർ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എന്നോടൊരു വ്യക്തി പറഞ്ഞതാണ്, അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്നതാണ്. ഞാൻ ചോദിച്ചാൽ NRI അക്കൗണ്ടിലേക്കാണല്ലോ അല്ലേ പൈസ അയക്കുന്നത്? അയ്യോ, എനിക്ക് NRI അക്കൗണ്ട് ഇല്ല. പിന്നെ എന്താ ചെയ്യുന്നത്? അത് ഞാൻ അവധിക്ക് വരുമ്പോൾ അതുവരെയുള്ള സമ്പാദ്യം എടുത്തുകൊണ്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ വൈഫിന് അക്കൗണ്ട് ഉണ്ട്, വൈഫിനാണല്ലോ പൈസ അടയ്ക്കാൻ ആവശ്യം വരുന്നത്, വീട്ടിൽ ചിലവ് നടക്കണമല്ലോ, ഞാനത് വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് അടയ്ക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വർഷത്തിലൊരിക്കൽ ഇദ്ദേഹം അവിടെ നിന്ന് വരുമ്പോൾ ഒരു 10 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 15 ലക്ഷം രൂപയും കൊണ്ട് വരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് അടയ്ക്കുന്നു. ഇൻകം ടാക്സ് ആയിട്ട് നോക്കുമ്പോൾ എന്താണ്, ഭാര്യയ്ക്ക് എന്തെങ്കിലും വരുമാനമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ വരുമാനമില്ലാത്ത ഒരാളുടെ അക്കൗണ്ടിലേക്ക് 11 ലക്ഷം 12 ലക്ഷം വരുമ്പോൾ ഉറപ്പായിട്ട് ഇൻകം ടാക്സിന് നോട്ടീസ് പ്രതീക്ഷിക്കണം. ഇൻകം ടാക്സിന് നോട്ടീസ് കിട്ടിയാൽ അത് കൃത്യമായൊരു മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. NRI അക്കൗണ്ട് പുറത്തുനിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ അവിടുത്തെ വരുമാനം NRI അക്കൗണ്ടിലേക്ക് അയച്ചാൽ മാത്രമേ അതിന് ടാക്സ് ഇല്ലാത്തുള്ളൂ. അവർ NRI അക്കൗണ്ട് അല്ലാതെ വേറെ ആരുടെ അക്കൗണ്ടിലേക്ക് അടച്ചാലും അത് ടാക്സ് ഉണ്ട്. ഇത് പലർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കുറേ പേര്. മറ്റു ചിലർ എന്താ ചെയ്യുന്നത്, ഓരോ മാസം അവരവർക്ക് കിട്ടുന്ന ഗൾഫിലൊക്കെ കിട്ടുന്ന വരുമാനം നാട്ടിൽ പോകുന്നവരുടെ കയ്യിൽ കൊടുത്തു വിടുന്നു. 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ. നമുക്കറിയാം, ഗൾഫിലൊക്കെ നമ്മുടെ മലയാളികൾ മാത്രം താമസിക്കുന്ന കുറേ സെൻറ്ററുകളുണ്ട്. ആരെങ്കിലുമൊക്കെ നാട്ടിൽ പോകുമ്പോൾ അതുവരെ സമ്പാദ്യം കൊടുത്തു വിടുന്നു. ഇവരവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു. ഭാര്യയോ അപ്പനോ മകനോ ആ ക്യാഷ് അങ്ങനെ എടുത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഭാര്യയ്ക്ക് യാതൊരു വരുമാനമില്ല. പക്ഷേ എല്ലാ വർഷവും 10-15 ലക്ഷം അവരുടെ അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് വരും. ഉറപ്പായിട്ടും അവർക്ക് ഇൻകം ടാക്സിന് നോട്ടീസ് കിട്ടും. അപ്പം ഇങ്ങനെ പല രീതിയിൽ നിയമാനുസൃതമല്ലാത്ത മേഖലകളിൽ കൂടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നുണ്ട്. പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ. ഇതെല്ലാം കൃത്യമായിട്ട് ഇൻകം ടാക്സ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇനി ഇൻകം ടാക്സിന് നോട്ടീസ് കിട്ടി, എനിക്കെൻ്റെ ഭർത്താവ് കൊണ്ടെത്തുന്ന പൈസയാണെന്ന് പറഞ്ഞാൽ പോരെ എന്നൊന്നും ചിന്തിക്കുന്നതിനകത്ത് അർത്ഥമില്ല. ഇൻകം ടാക്സുകാർക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ നോട്ടീസ് കൊടുക്കുന്നതിന് ഒരു ഫോർമാറ്റുണ്ട്. അത് വളരെ ദീർഘമായൊരു ഫോർമാറ്റാണ്. ഒന്നാമത് അവർ പറയും, നിങ്ങൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ലിസ്റ്റ് ചെയ്യണം, ഇൻക്ലൂഡിങ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. അയ്യോ, അപ്പോൾ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ബാങ്കിലെ പൈസയ്ക്ക് ടാക്സ് കൊടുക്കണം? ടാക്സ് കൊടുക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസയ്ക്ക് TDS പിടിക്കണ്ട എന്ന് മാത്രമേ റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുള്ളൂ. TDS പിടിക്കുന്നതിൽ നിന്ന് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട്.
അതുകൊണ്ട് അവിടുത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റിന് ടാക്സ് കൊടുക്കണ്ടെന്ന് അർത്ഥമില്ല. അപ്പോൾ ഇൻകം ടാക്സ് നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ ലിസ്റ്റ് കൊടുക്കണം. ഈ ഓരോ ബാങ്ക് അക്കൗണ്ടിൻ്റെയും ഇതിനു മുൻപുള്ള 5 വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന തുക ഓരോന്ന് എവിടെ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് പറയണം. നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എവിടെയെങ്കിലും സ്ഥലം വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും എവിടെയെങ്കിലും സ്ഥലം വിൽക്കുകയോ വാങ്ങിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് പറയണം. നിങ്ങളോ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമോ ഷെയർ എടുക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് പറയണം. അപ്പം ഇങ്ങനെ കുറേ ഒരു 8-10 കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 5 വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിലെ ഓരോ തുക എവിടെ നിന്നാണെന്ന് പറയാൻ ഒരു സാധാരണക്കാരനെ കൊണ്ട് പറ്റുമോ? അങ്ങനെ പറ്റിയില്ലെങ്കിൽ എന്താ? എനിക്ക് കഴിഞ്ഞ വർഷം ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇതുപോലൊരു ഇൻകം ടാക്സിന് നോട്ടീസ് തന്നു അദ്ദേഹത്തിന്. അദ്ദേഹം എനിക്ക് അയച്ചു തന്നു, മറുപടി കൊടുക്കണം. ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട്, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, ഒരു ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റാണ് 160-170 പേജുണ്ട്. ഇത് മുഴുവനും എടുത്ത് നോക്കിയിട്ട് ഓരോ തുക അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു 7.5 ലക്ഷം രൂപ ഇവിടെ അക്കൗണ്ടിൽ കാണുന്നുണ്ടല്ലോ, ഇത് എവിടെ നിന്ന് വന്നതാണ്? അതെനിക്ക് ഓർമ്മയില്ല സാറേ. തൊട്ട് താഴെ ഒരു 6 ലക്ഷം രൂപ കാണുന്നുണ്ടല്ലോ, ഇതെവിടെ നിന്ന് വന്നതാണ്? അതും എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇൻകം ടാക്സുകാർക്ക് അതിൻ്റെ ടാക്സ് കിട്ടിയേ പറ്റൂ. അവരതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അൺറെക്കഗ്നൈസ്ഡ് ഇൻകം. നിങ്ങൾക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഇൻകം എവിടെയാണ്. പക്ഷേ നിങ്ങളുടെ ഇൻകം അതിൻ്റെ നോർമൽ ആയിട്ടുള്ള ടാക്സ് മാക്സിമം റേറ്റ് 30% നിങ്ങൾ ടാക്സ് അടയ്ക്കണം. ഇനി അതിൻ്റെ ഫൈന് ആ തുകയ്ക്ക് തുല്യമായ ഫൈൻ വരെ ഇൻകം ടാക്സുകാർക്ക് ചാർജ് ചെയ്യും. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇതെല്ലാം പറഞ്ഞു. 30% നോർമൽ ടാക്സ് വരും, അതിൻ്റെ പുറമെ ഫൈൻ വരും. ഇത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. ഫൈൻ വരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നല്ല ഓർമ്മ വന്നു. സാറേ, ഇത് കണ്ണൂർ എനിക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു, അത് ഞാൻ ചെറിയ സ്ഥലം, 5-6 സെൻറ്റ് സ്ഥലമുണ്ട്, അത് ഞാൻ വിൽക്കാം, 7.5 ലക്ഷം രൂപ സമ്മതിച്ചു. അപ്പോൾ ഈ 6 ലക്ഷം രൂപയോ അത് ആധാരത്തിൽ കാണിക്കാത്ത പൈസ ക്യാഷായിട്ട് തന്നാൽ സാറേ ഞാൻ ബാങ്കിൽ കൊണ്ട് അടച്ചതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ 2 എൻട്രി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വന്നിരിക്കുന്നു. 7.5 ലക്ഷം രൂപ ആധാരത്തിൽ കാണിച്ചതും 6 ലക്ഷം രൂപ ആധാരത്തിൽ കാണിക്കാത്തതും. ഇൻകം ടാക്സുകാരോട് എന്ത് പറയും? പറയാതിരിക്കാൻ പറ്റില്ല. അവരോട് പറയുന്ന 7.5 ലക്ഷം 6 ലക്ഷം ഉൾപ്പെടെ 13.5 ലക്ഷം രൂപ എനിക്ക് സ്ഥലം വിറ്റ് കിട്ടിയതാണെന്നേ പറയാൻ പറ്റുള്ളൂ. അതിനകത്ത് വാങ്ങിയ വില കഴിച്ച് പ്രോഫിറ്റ് കണക്കൂട്ടി അതിൻ്റെ ടാക്സ് അടച്ചേ പറ്റൂ, വേറൊരു മാർഗവുമില്ല. അപ്പോൾ ഇൻകം ടാക്സിൽ നിന്ന് ഒരു നോട്ടീസ് കിട്ടിയാൽ നമ്മളുടെ അക്കൗണ്ട് മുഴുവനും നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വരും. ഓരോന്നിനും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിവൃത്തിയുള്ളിടത്തോളം ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് കിട്ടാതിരിക്കാൻ ശ്രമിക്കുക. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യണം. ഈയിടെ ഒത്തിരിയേറെ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റ് സൊസൈറ്റികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അതിൽ ഒത്തിരിയേറെ ഏജൻസ് വീടുകൾ തോറും നടന്ന് അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഏജൻറ്റ് കഴിഞ്ഞ മാസം എന്നെ വിളിച്ചു. സാറേ, 25 ലക്ഷം രൂപ ഒരാൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് തരാമെന്ന് പറഞ്ഞു, പക്ഷേ ക്യാഷായിട്ട് തരുള്ളൂ സാറേ, ഞാൻ വാങ്ങിച്ചോട്ടെ. ഞാൻ ചോദിച്ചു, വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ 2 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷ് അടയ്ക്കാൻ പറ്റില്ല. അല്ല സാറേ, ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് 25 ലക്ഷം രൂപ അടച്ചിട്ട് ഞാൻ ആ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റ് സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റ് കൊടുത്തോളാം. എന്തൊരബദ്ധം അവർ പറയുന്നത്? അവരുടേതല്ലാത്ത 25 ലക്ഷം രൂപ അവരെങ്ങനെയാണ് അവരുടെ അക്കൗണ്ടിലേക്ക് അടയ്ക്കാൻ പറ്റുക? ഇൻകം ടാക്സുകാർ ചോദിച്ചാൽ അവരെന്താണ് അതിന് മറുപടി പറയാൻ പറ്റുക? ഈ 25 ലക്ഷം രൂപ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എങ്ങനെ വന്നു, നിയമപരമായിട്ട് വന്നോ ഇല്ലയോ എന്നൊന്നും ഇവർക്കറിയത്തില്ല. ഒരിക്കലും അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പോയി ചാടരുത്. ആ 25 ലക്ഷം നിയമപരമായ കാര്യമല്ല, അത് കള്ളപ്പണമാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കലിൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും. അതുകൊണ്ട് നമ്മളുടേതല്ലാത്ത പൈസ നമ്മളുടെ അക്കൗണ്ടിൽ വരരുത്. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ SB അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഒരു സാമ്പത്തിക വർഷം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് അറിയുന്നുണ്ട്, അവർ നിങ്ങൾക്ക് നോട്ടീസ് തരും. നിങ്ങളുടെ SB അക്കൗണ്ടിൽ നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സോഴ്സ് വെളിപ്പെടുത്താൻ പറ്റണം. അത് ഇൻകം ടാക്സിൻ്റെ റിട്ടേണിൽ ഫയൽ ചെയ്ത് ക്ലിയർ ആക്കേണ്ട കാര്യമാണ്. എല്ലാ വർഷവും റിട്ടേൺ ഫയൽ ചെയ്യണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു സാധാരണക്കാരൻ റിട്ടേൺ ഫയൽ ചെയ്യണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെല്ലാം ക്യാഷായിട്ടോ ട്രാൻസ്ഫർ ആയിട്ടോ വന്നിട്ടുണ്ടോ ആ തുകയെല്ലാം നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളോട് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പറയണം. നിങ്ങൾക്കൊരു 5 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതിൽ ഒരു അക്കൗണ്ട് മാത്രം കൊടുത്താൽ പോരാ.
ആ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ടാക്സ് പ്രാക്ടീഷണറോ ചാർട്ടേഡ് അക്കൗണ്ട് നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കൊടുക്കണം. സാറേ ഇത് മുഴുവൻ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചു വേണം റിട്ടേൺ ഫയൽ ചെയ്യാന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിനല്ല, നിങ്ങൾക്ക് നോട്ടീസ് വന്നു കഴിയുമ്പോൾ നിങ്ങളായിരിക്കും ടാക്സും ഫൈനും എല്ലാം അടയ്ക്കേണ്ടത്. അതുകൊണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് അടയ്ക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് എത്രയും വലിയ തുകയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അടയ്ക്കാം, പക്ഷേ അത് നിയമപരമായ ക്യാഷ് മാത്രമേ അതിനകത്ത് കാണാവുള്ളൂ. ആ വരുമാനമാണെങ്കിൽ അത് ക്ലിയർ ആയിട്ടും പറഞ്ഞിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റണം. ശരി.